കോട്ടയം ജില്ലയിൽ ഒരമ്മയും രണ്ട് കൊച്ചു കുട്ടികളും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ജീവിതം അവസാനിപ്പിച്ച സംഭവം നിങ്ങൾ വായിച്ചുക. കേരളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാകുന്നു. അതായത് കേരളത്തിലെ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് വലിയ ചർച്ചയാകുന്നു. പള്ളിക്കുള്ളിൽ, അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഇതൊരു ചർച്ചയാകുന്നു. ഇതിനകത്ത് തെറ്റുപറ്റിയത് ചർച്ചിലാണ്. ചർച്ചിലെ ജ്ഞാനായ കാത്തലിക്കിലൊരു അച്ഛനാണ്. അതായത് ഈ സ്ത്രീ ഏകദേശം കുട്ടികളുമായിട്ട് 9 മാസം മാറിയാണ് ജീവിച്ചിരുന്നത്. ഈ ഭർത്താവുമായിട്ട് ലീഗൽ സെപ്പറേഷൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന ഈ സ്ത്രീയുടെ, ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ ബന്ധുവായിരുന്നു ഈ കാരിത്താസ്, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഇവർക്ക് ജോലിക്ക് തടസ്സമായി നിന്നത് എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥം അറിയത്തില്ല. അത് ഫർദർ വരുന്ന ദിവസങ്ങളിൽ ഇത് യാഥാർത്ഥ്യം നമ്മൾ അറിയും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടൊരു സംഭവമുണ്ട്. നാഷണൽ ആവറേജ് ഈ ആത്മഹത്യയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. നാഷണൽ ആവറേജ്, ചെറിയ സ്റ്റേറ്റ്, കേരളത്തിൽ ഇത്രയും ജനങ്ങളുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയിലാണ്. ലോവർ ക്ലാസ്സിലല്ല, അപ്പോൾ എലീറ്റ് ക്ലാസ്സിലല്ല, മിഡിൽ ക്ലാസ്സിലാണ് ഈ പറയുന്ന സൂയിസൈഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചോദ്യം വരും, ആരാണ് ഇതിന് ഉത്തരവാദി? സ്റ്റേറ്റ് ആണോ? അത് കേരളം ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ്. ഇവിടെ വെൽഫെയർ മിനിസ്ട്രി ഉണ്ട്, കൗൺസിലിംഗ് ചെയ്യാൻ ആൾക്കാരുണ്ട്, മറ്റ് പല സംവിധാനങ്ങളുണ്ട്. സ്റ്റേറ്റ് പറയുന്നു. അതേപോലെ കാത്തലിക് സഭയുണ്ട്, കാരണം ഇവർ കാത്തലിക്കാണ്. ചർച്ചുകളുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്. ഇപ്പോൾ ഓർത്തഡോക്സ് ആണെങ്കിലും, മലങ്കര റീത്ത് ആണെങ്കിലും, ജാക്കോബൈറ്റ് ആണെങ്കിലും, മാർത്തോമൈറ്റ് ആണെങ്കിലും ഇവർക്കൊക്കെ ചർച്ചിൻ്റെ അകത്ത് കൗൺസിലേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി, കപ്പിൾസിനാണെങ്കിൽ ചെറുപ്പക്കാർ കല്യാണത്തിന് മുമ്പൊരു കൗൺസിലിംഗ്, കല്യാണം കഴിഞ്ഞൊരു കൗൺസിലിംഗ്. പക്ഷേ ഇത് എൻ്റെ ഒരു പഠനമനുസരിച്ച് ഇതിനകത്ത് പ്രധാനപ്പെട്ട ലിങ്ക് അത് ഈ ചർച്ചുകളും ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനായിട്ടുള്ള ആൾക്കാരുമായിട്ട് കട്ട് ഓഫ് ചെയ്തേക്കുക. ചർച്ചിന് ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ ആവറേജ് കേരളത്തിലെടുക്കുമ്പോൾ 56% ആത്മഹത്യകൾ ഉണ്ടായിരിക്കുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിന് പുറത്തുള്ള ജീവിതം. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കണക്കാണ്. 40 വയസ്സുള്ളവരുടെ മുകളിലാണ്, അതിന് മുകളിലോട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പം 56% എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് എന്ന് വരുമ്പോൾ അതിനകത്തുനിന്ന് 30% വരുന്നുള്ളൂ ഈ സോഷ്യോ എക്കണോമിക് പ്രോബ്ലം, അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ എന്ന് പറയണം. പിന്നെ എംപ്ലോയ്മെൻറ്റ്, അതായത് ജോലി കിട്ടാത്തവരുടെ ഇഷ്യൂ, മറ്റു പല ഇഷ്യൂസും ഉണ്ട്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കേരളത്തെ പറ്റി കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഈ പറയുന്ന നിങ്ങളോട്, എല്ലാ മലയാളികളോട് കൂടിയാണ്. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിൽ ഇത്രമാത്രം ആത്മഹത്യ ഉണ്ടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മോഡറേറ്റും എഡ്യൂക്കേറ്റഡുമായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത് തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത്? പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കേരളത്തിലെ ചർച്ചകൾക്ക് ചോദ്യമാണ്. കാരണം നിങ്ങളിവിടെ ഫ്ലോപ്പായി. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കണക്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ പള്ളികളിൽ ആൾ കുറയുന്നത്. അത് ആദ്യം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? അതെടുത്ത് ചോദ്യം. അവിടെയാണ് അമേരിക്കയിലെ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കാത്തലിക്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ഉണ്ട്. ഇതൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കൺസർവേറ്റീവായിട്ടുള്ള ട്രഡീഷണൽ ചർച്ചുകൾക്ക് പ്രശ്നമുണ്ട്? അവിടെ എവിടെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്? അതിനെപ്പറ്റി വാറ്റിക്കാൻ സഭ പറയുന്നില്ല, കാത്തലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പക്ഷേ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ വായിച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ജനറേഷൻ, നമ്മൾ ജീവിക്കുന്ന ജനറേഷൻ, നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ്. അതായത് കേരളത്തിൻ്റെ ഒരു ഗ്രാമത്തിലിരുന്നുകൊണ്ട് ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരാളുമായിട്ട്
ബന്ധപ്പെടാനും സംസാരിക്കാനും ഫ്രണ്ട്സ് ആകാനും കല്യാണം കഴിക്കാനും പാർട്ട്നേഴ്സ് ആവാനും ലിവിങ് ടുഗദർ ആകാനും സാധിക്കും. ഇത് ഈ പറയുന്ന ചർച്ച് ലീഡേഴ്സും ചർച്ചിൻ്റെ മേധാവികളും ഉൾക്കൊള്ളണം. അതാണ് ഡിജിറ്റൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ. അതായത് സോഷ്യൽ മീഡിയ ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ സംബന്ധിച്ച് കണക്ടിവിറ്റി ഭയങ്കരമായിട്ടും കൂടി. അപ്പോൾ ഈ കണക്ടിവിറ്റി കൂടുമ്പോൾ ഇതിനകത്ത് മീഡിയേറ്റേഴ്സ് ഇല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ഈ കല്യാണം പണ്ട് കഴിക്കുമ്പോൾ ഒരു ബ്രോക്കർമാരുണ്ട്. അത് ഫിസിക്കലായിട്ടൊരു മനുഷ്യൻ. അപ്പോൾ അവരെ നിന്നാണ് പെണ്ണിൻ്റെ ആണിൻ്റെ ഫോട്ടോയെ കൊണ്ട് കാണിച്ച് കല്യാണമൊക്കെ നടത്തുക. ഇതാണ് നോർമൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ബന്ധുക്കൾ എൻ്റെ മീഡിയേറ്റേഴ്സ് ആകും. പക്ഷേ ഇന്നുള്ള കല്യാണത്തിൽ ഈ ചെറുക്കനും പെണ്ണും, അതായത് മെയിലാണെങ്കിലും ഫീമെയിലും, ഇവർ തമ്മിൽ എല്ലാ ഇൻട്രാക്ഷനും കഴിഞ്ഞ ശേഷമായിരിക്കും ഇവരാലോചിക്കുന്നത് ഫർദർ വി വാണ്ട് ടു ഗോ ഫോർ മാരേജ് ഓർ നോട്ട്. അപ്പോൾ ആ ഒരു ജനറേഷൻ്റെ അകത്താണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പറയുന്നത് അവർ കല്യാണം വേണ്ട? റീസൺസ് ഉണ്ട് ഇതിനൊക്കെ. ഇവിടെയാണ് ചർച്ചും ഈ ജനറേഷനുമായിട്ട് ഡിസ്കണക്റ്റ് ആയി പോയത്. അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. പണ്ട് ചർച്ചുകളിലൊക്കെ കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം പള്ളിയിൽ ഇത്ര പേര് പള്ളിയിൽ അംഗങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചർച്ചുകളിലെ ഓരോ അവിടുത്തെ മെമ്പേഴ്സായിട്ട് അവർക്ക് പ്രെയർ ഫെലോഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് അവരുടെ ഫാമിലി കാര്യങ്ങളും അവരുടെ ബന്ധുക്കളും ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് ചർച്ചിനൊരു ബോധ്യമുണ്ട്. പണ്ട്, ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ നേരത്തെ, കാരണം ആ സമയത്ത് ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ ഇഷ്യൂ അത്രയും ഇല്ല. ഞാൻ ഈ പറയുന്ന കാലയളവ് നോക്കണം. അന്നത്തെ എന്തോ സംഭവം, പഠിക്കണം, കോളേജിൽ പോകണം, എവിടെയെങ്കിലും ജോലി കിട്ടണം, ഇന്ത്യക്ക് പുറത്ത് പോകണം, ഇതായിരുന്നു അന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറി. ഇനി പോസ്റ്റ് കോവിഡിന് ശേഷം നിങ്ങൾ ആലോചിക്കുക, ഡേറ്റ എടുത്ത് നോക്കുക. ഈ പറയുന്നത് സെക്സ് എന്ന് പറയുന്ന കല്യാണത്തിന് മുമ്പും ഇതൊരു അതിനകത്ത് ഈ പാപം എന്ന് പറയുന്ന സാധനം ഇല്ലാതായി. ഇതാണ് ഇതിൻ്റെ. നിങ്ങൾ ഓരോ വെർട്ടിക്കൽസ് എടുക്കുക. എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ഒരു തെറ്റല്ല, അതൊരു ബയോളജിക്കൽ നീഡാണ്. ഇത് പോസ്റ്റ് കോവിഡും പ്രീ കോവിഡും രണ്ട് രീതിയിലുള്ള സോഷ്യോളജിയാണ് ലോകത്തുണ്ടായേക്കുന്നത്. നിങ്ങൾ ഓരോ വെർട്ടിക്കൽസും പഠിക്കുക. ഇപ്പം ഇവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്? കാരണം അതൊരു തെറ്റല്ല. ഇപ്പോൾ ഭർത്താവിന് പോവുകയാണെങ്കിൽ ഭാര്യയുടെ നീഡ്, ബയോളജിക്കൽ നീഡ്. കാരണം അതിന് ഈ പറയുന്ന വിശുദ്ധതയൊന്നും കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം എന്താണ്, ഈ കോവിഡ് വന്നു കഴിഞ്ഞ് മസക്കേറായിട്ട് ആൾക്കാരിങ്ങനെ കൂട്ടത്തോട് മരിക്കുന്നു, ശവസംസ്കാരമല്ലോ കൂട്ടിയിട്ട് കത്തിക്കുന്നു. ഇപ്പം ഇത് ലോകം കണ്ടത് അവരുടെ നേക്കഡ് ഐസിൽ. ലോകത്തെന്താണ് ഈ നടക്കുന്നത്? ചെറുപ്പക്കാർ മരിക്കുന്നു, ചെറുപ്പക്കാരത്തികൾ മരിക്കുന്നു. കാരണം അതിനകത്ത് പ്രായോ ഏജ് ഒന്നുമില്ലാതായി. ഇപ്പം ഇതിനകത്തൊരു തോട്ടുണ്ടായി, പിന്നെന്തിനാ ഞാൻ ഈ പറയുന്ന ലൈഫ് എല്ലാം കൂടെ സപ്രസ് ചെയ്ത് ജീവിക്കുന്നത്? ലെറ്റ് ഇറ്റ് എൻജോയ്. ഇതൊരു സോഷ്യോളജിക്കൽ ചേഞ്ചാണ് ഈ സംഭവം. ഇപ്പം ഈ സോഷ്യോളജിയുമായിട്ട് സ്പിരിച്വൽ പള്ളികളുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ സാധിക്കും? അപ്പം ഇതാണ് ബേസിക്കലി ചർച്ചിനെ ഡിസ്കണക്ട് ചെയ്ത് പോയത്. ഞാനീ ഈ സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം അതങ്ങ് ശരിക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്തു അക്ഷരാർത്ഥത്തിൽ. കാരണം സെക്സ് ഇപ്പോൾ കല്യാണം കഴിച്ച് ചെയ്യണോ, കല്യാണം കഴിക്കാതെ ചെയ്യണോ, ഭാര്യയ്ക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, അതൊരു പാപമാണ്. ഈ സംഭവങ്ങളൊക്കെ പോയി. ഇത് മുഴുവനും ബ്രേക്കായിപ്പോയി, കംപ്ലീറ്റ് ഐസ് പോലെ ബ്രേക്കായിപ്പോയി. ഇപ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അപ്പം ഈ സെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിലെ സംഭവം ഇതില്ലാതായിപ്പോയി. ഈ ആൾക്കാരെ മോണിറ്റർ ചെയ്യും, ഫാമിലിയെ മോണിറ്റർ ചെയ്യും. അപ്പം ആ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ടങ്ങ് വാനിഷ്ഡായിപ്പോയി. അപ്പം അതുകൊണ്ട് ഈ ചർച്ചിന്, ഈ വികാരി അച്ഛനാണെങ്കിലും ചർച്ചിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്കൊന്നും ഈ പറയുന്ന മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇഷ്യൂസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക. കാരണം ഡേറ്റ ഇല്ല, കാര്യങ്ങൾ അറിയത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. എന്തെങ്കിലും ആരെങ്കിലും ഗോസിപ്പ് പറഞ്ഞ് അച്ഛൻ ഇവരോട് ചോദിച്ചാൽ പറയും, ഇവർ പ്രശ്നമൊന്നുമില്ല അച്ഛൻ, ഞങ്ങൾ കുഴപ്പം ഒരുമിച്ച് കഴിയുകയാണ്. ഇത് പറഞ്ഞെങ്കിൽ ഭീതി. കാരണം ഇവർ പിന്നെ ഫർദർ ഇതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകത്തില്ല. കാരണം അത് കാരണം കേരളം എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ്, എത്ര മോഡേണിസം പറഞ്ഞാലും കൺസർവേറ്റീവായിട്ടൊരു രീതിയാണ്. ഫാമിലി, ചുറ്റുപാട്, ബന്ധുക്കൾ, അയൽവാസികൾ, കാരണം അവരൊന്നും അറിയരുത്. എൻ്റെ പ്രശ്നം ഇതും ഒരു പ്രശ്നമാണ്. ഇപ്പം ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം
ഇതിൻ്റെ ഡേറ്റയും ഇതിൻ്റെ സംഭവങ്ങളും കൗൺസിലിംഗ് ഒക്കെ നടത്താൻ വേണ്ടി ചർച്ചിന് ഈ പറയുന്ന ലാക്ക് ഓഫ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന സാധനമില്ലാതായി. ആക്റ്റീവായിട്ടുള്ള കൗൺസിലേഴ്സിന് പ്രോആക്റ്റീവായിട്ട് കൗൺസിലിംഗ് ചെയ്യാനുള്ള സംവിധാനമില്ലാതായി. അതിനകത്ത് ഇടപെടാൻ വേണ്ടി സ്റ്റേറ്റ്, അതായത് നമ്മളെ ഭരിക്കുന്ന സർക്കാരിന് പ്രോപ്പറായിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റാതായി. നമ്മൾ ഇപ്പോഴും ആൾക്കാരെ കുറ്റം പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇതിൻ്റെ ഡേറ്റ എടുത്ത് വെർട്ടിക്കൽസ് പഠിക്കണം. അപ്പം ഇവിടെയാണ് ഈ പറയുന്ന ചർച്ചിനുണ്ടായ ഫെയിലിയർ. അതായത് കാരിത്താസ് മാനേജ്മെൻ്റ് ആണെങ്കിലും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവർക്കുണ്ടായി. കാരണം അവർക്ക് ശരിക്കും ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ടുള്ള ഡേറ്റ ഇല്ല. അപ്പം അതിനെ എതിർക്കുന്നു. ഇപ്പം എതിർക്കുന്ന അതിൻ്റെ മാനേജ്മെൻറ്റിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഒരു ചെറിയ ടോക്സേ ഉള്ളൂ, 1-2 പേർക്കറിയാം. അപ്പം അതിനകത്ത് അവർ അയൽക്കൂട്ടത്തിൽ നിന്ന് പണം എടുത്തിരുന്നു, കടം അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. ഈ സ്ത്രീയുടെ അപ്പനും അമ്മയും, അതായത് ഇല്ലോസ്, അവരൊക്കെ വളരെ സിക്ക് ബെഡ് റിഡൻ കണ്ടീഷനാണ്. കുട്ടികളെ എങ്ങനെ വളർത്തും? അതായത് പ്രതീക്ഷ, ഒരു മനുഷ്യന് പ്രതീക്ഷ നശിക്കുമ്പോൾ അവൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൂയിസൈഡാണ്. അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പം ഈ പ്രതീക്ഷ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യനെ ആക്കിയെടുക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിന് പ്രാധാന്യമുണ്ട്. അതാണ് ഡെപ്റ്റ് റിഡൻ കണ്ടീഷൻ, സാമ്പത്തിക പ്രശ്നം. അതേപോലെ തന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത് 40-45 വയസ്സ് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് 40-45 വയസ്സ് കഴിയുന്ന ആൾക്കാർ കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. ഇനി എനിക്ക് എത്ര ആരോഗ്യം ഉണ്ടാകുമോ? ഇതൊക്കെ ഞാൻ ഇതാണ് ഡിസ്കണക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ റീതിങ്ക് ചെയ്ത് ഇത് റീസ്ട്രക്ചർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് പോകേണ്ടത്? അപ്പം ഇതുമായിട്ട് ട്രഡീഷണൽ കേരളത്തിലെ സഭകളാണെങ്കിലും ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ ക്രിസ്ത്യൻ സഭകളിൽ സൂയിസൈഡ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഡെപ്റ്റ് റിഡൻ കണ്ടീഷൻ, അതായത് സോഷ്യോ എക്കണോമിക് ഇഷ്യൂവിൻ്റെ പേരിൽ, ഫാമിലി ഇഷ്യൂവിൻ്റെ പേരിൽ സൂയിസൈഡ് കൂടുമ്പോഴും, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇതേപോലെ സൂയിസൈഡ് കൂടുമ്പോൾ, ഡെപ്റ്റിൻ്റെ പേരിൽ സൂയിസൈഡ് കൂടുമ്പോഴും എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷൻ ചർച്ച്, അതായത് പെൻറ്റക്കോസ്റ്റൽ ചർച്ചിൽ സൂയിസൈഡിൻ്റെ റേറ്റ് കുറയുന്നത്? ഇത് സ്റ്റഡി ചെയ്യണം സംഭവം. എന്തുകൊണ്ട് കുറയുന്നു, എന്തുകൊണ്ട് കൂടുന്നു, എന്തുകൊണ്ട് ഇവരിൽ കുറയുന്നു, എന്തുകൊണ്ടാണ് പള്ളികളിൽ നിന്ന് ആൾക്കാരെ വിട്ടിട്ട് ന്യൂ ജനറേഷൻ ചർച്ചിലോട്ട് പോകുന്നത്? ഇതൊരു കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. വൈ ദേ ആർ മൂവിങ് ഔട്ട് ഫ്രം ഹിയർ. ഇതാണ് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ സ്റ്റഡിയിൽ ഞാൻ കാണുന്നത്, ഈ ന്യൂ ജനറേഷൻ ചർച്ചിനകത്ത് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പ്രയർ സെല്ലുണ്ട്. അവിടെ ഒരു ചർച്ചിൽ പോകുന്നവർക്കറിയാം ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. ആൾക്കാരെ വരാനും ഇൻവൈറ്റ് ചെയ്യാനും എതിർത്താനും പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്താനും അവരെ ഇൻട്രാക്ട് ചെയ്യാനും. എല്ലാ സൺഡേയിൽ മാത്രമല്ല വർഷിപ്പ്, അതിനുശേഷം അവർക്ക് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയുള്ള കൗൺസിലിംഗ് ഉണ്ട്, ബിസിനസ് കൗൺസിലിംഗ് ഉണ്ട്, മറ്റു പല രീതിയുണ്ട്. കാരണം അതൊരു അജണ്ടയുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിൻ്റെ ഭാഗമാണ്. ന്യൂ തോട്ട്സ് ആണ് ഇത്. ബേസിക്കലി അമേരിക്കൻ ചർച്ച്, പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ പെന്റക്കോസ്റ്റൽ ചർച്ചിൻ്റെ രീതിയാണിത്. അത് കേരളത്തിൽ നിന്നുണ്ടായ സംഭവമൊന്നുമല്ല. അതവരെല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നത്? ഈ കൂട്ടത്തിൽ അവരുടെ ഭാഗത്തറിയാവുന്ന പ്രയർ ഗ്രൂപ്പിനും ഇവരറിയാവുന്ന മെമ്പർക്കും, അത് പുതിയതായിട്ട് വന്നതാണ് പഴയ മെമ്പർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അവർ സ്പിരിച്വലി പ്രാർത്ഥിക്കും. പിന്നെ ആരാണ് അവരെ സഹായിക്കാൻ പറ്റുന്നത്? അവർക്ക് ജോലിയുടെ ആവശ്യമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, അവർക്കൊരു റിലീഫ് കൊടുക്കാൻ ശ്രമിക്കും, കണക്ട് ചെയ്യും. ഈ കണക്ടിവിറ്റി പണ്ട് കാത്തലിക് സഭയിൽ ഈ പറഞ്ഞ ട്രഡീഷണൽ ചതിപ്പിട സാധനം ഇല്ലാതായി. അപ്പം അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഈ ഡെപ്റ്റ് റിഡൻ കണ്ടീഷനിലും ഈ സംഭവം പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ കാണുന്നത് പിന്നെ ഈ പെന്റക്കോസ്റ്റൽ ചർച്ചിലാണ് പോകുന്നത്. കാരണം എന്താ? പെട്ടെന്ന് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എവിടെ ഒരു ജോലി അവർ ഒപ്പിച്ചു കൊടുക്കും, അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കും, അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്യും. പിന്നെ ലോങ് ടൈം സ്പോൺസറിൻ്റെ കാര്യമല്ല, ഷോർട്ട് ടൈം പെട്ടെന്ന് റിലീഫ് കിട്ടുക. ഇത് ബേസിക്കലി അമേരിക്കൻ തോട്ട്സ് ആണ്, ബേസിക്കലി അമേരിക്കൻ ചർച്ച് തോട്ട്സ് ആണ്. കാരണം ആൾക്കാരെ സഹായിക്കുക. ഇപ്പം ആ ഒരു രീതിയിൽ ആ സെല്ലും പ്രൊട്ടക്ഷനും ആൾക്കാർ ഇപ്പോൾ അസുഖം വരുന്നു. കോവിഡ് സമയം നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ ഇവർക്ക് എന്ത് കോവിഡ് പകർന്നാൽ ഇവർ വീടുകളിൽ പോകാം.
പ്രാർത്ഥിക്കാൻ പോയി. അത് എല്ലായിടത്തും ഉണ്ടായി. നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഡൽഹി വരെ ഉണ്ടായ സംഭവമാണ്. ജനക്പുരി ഓർത്തഡോക്സ് ചർച്ചിൽ അവിടെ ആക്റ്റീവായിട്ടുള്ള മെമ്പർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോലും അതായത് ഒരു സീനിയർ പോലീസുകാരനാണ് അവിടുത്തെ സെമിറ്റേരി പോയില്ല. കാരണം അവരുടെ മകള് അച്ഛനോട് പറഞ്ഞ അപ്പനെ അടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ 1-2 പാസ്റ്ററോട് പറഞ്ഞ് പിന്നെ അവരതങ്ങ് ഏറ്റെടുത്തു. ഇതാണ് ഇതിൻ്റെ റീസൺ. നിങ്ങളിതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. ഇവരത് അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ചില കാര്യങ്ങൾ ലോയേഴ്സിനെ വേണം, ഡൈവോഴ്സ് കേസ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുള്ള ഇതിൽ ലോയർ കാണും. അതിനകത്തൊരു ഈ 90% ഓണസ്റ്റും ആയിരിക്കും. കാരണം അവരെ കിട്ടിയതനുസരിച്ച് ഇവരെ എല്ലാ രീതിയിലും അവരൊരു സെക്വേർഡ് സോണിലോട്ട് പോയി. അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ പ്രൊട്ടസ്റ്റൻ്റ് ഈ പെൻറ്റക്കോസ്റ്റൽ ചർച്ചിനകത്ത് ആത്മഹത്യ പറയുന്നത്. പിന്നെ സ്പിരിച്വലിയാണ് ഇവരെല്ലാം നേരിടുന്നത്. ഈ പറയുന്ന നമ്മുടെ ട്രഡീഷണൽ ചർച്ചിന് സ്പിരിച്വൽ ഇല്ലാതായി. ഇന്നത്തെ സ്പിരിച്വലിസം കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഇവർക്കൊരു സെല്ലും നെറ്റ്വർക്കും ഉള്ളതിൻ്റെ പേരിൽ പല ഭാഗത്ത് ഇവർ അറിയിപ്പോൾ ചെറുക്കന് പിന്നെടുത്ത് ജോലി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അവന് ട്രെയിനിങ്ങിനടുത്ത് വേണം, ഇതാണ് ഇവരത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഇവർ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ വെച്ച് ഈ പയ്യന് എവിടെയെങ്കിലും അത് പെട്ടെന്ന് റിലീഫ് അവന് കൊടുക്കുവാണ് ഫാമിലിക്ക്. അവിടെയാണ് അവർ സക്സസ് ആയത്. അത് സ്പിരിച്വൽ ഈ പറയുന്ന ഗോസ്പൽ മാത്രമല്ല, അവരുമായിട്ട് കൂടി നിൽക്കുന്ന ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുമ്പിൽ. ഇത് നേരത്തെ കാത്തലിക് സഭയിലോ ഓർത്തഡോക്സ് സഭ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇഗ്നോർ ചെയ്തു. അതുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന അമ്മയും കുട്ടികളും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അതൊരു ടോപ്പിക്ക് പ്രധാനമായിട്ടും ചർച്ചകൾക്ക് പറ്റിയ പാളിച്ചയാണ്. ഇത് ബേസിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കണ്ടുപിടിക്കേണ്ട എന്താണ് ഇവർ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ശരിക്കും മുമ്പോട്ട്, അതായത് ഈ ചർച്ചകൾ ഈ ഡീലിങ്ക് ചെയ്തിരിക്കുന്ന സാധനം ലിങ്ക് ചെയ്യണം. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇൻക്ലൂഡിങ് അവരുടെ ഡെപ്റ്റ് ആണെങ്കിലും കടവാണെങ്കിലും, ഇതൊക്കെ ഈ കടവെന്ന് പറയുന്നത് ഇതൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്ന ഇഷ്യൂ ആണ്. ഇപ്പോൾ എക്സാം ആർട്ടിൽ ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്ന ഇഷ്യൂ ആണ്. ഇതിനെ പ്രോപ്പറായിട്ട് ഗൈഡൻസും എല്ലാം കൊടുത്ത് നിങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ സൂയിസൈഡ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇതൊരു ഗവൺമെൻറ്റിനെ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിലും സോഷ്യൽ ഇഷ്യൂസിലും വന്ന ഏറ്റവും വലിയ ഡീക്കേ ആണ്. അതിനെ ഈ രീതിയിൽ തന്നെ നർച്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി അതിനെ ഷേപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇതേപോലെയുള്ള ആത്മഹത്യയുടെ നിരക്കുകൾ നല്ല പോലെ കുറയ്ക്കുവാൻ സാധിക്കും.